എൻ്റെ പേര് മുജാഹിർ. മുസമ്മിലെൻ്റെ ഇക്കയാണ്. ചെറുപ്പത്തിലേ മുതൽ ഇക്ക ചിത്രങ്ങളൊക്കെ വരക്കുമായിരുന്നു. പിന്നെ ഇടക്കാലത്ത് വെച്ച് കുറച്ച് നിർത്തി. ഇപ്പോൾ രണ്ടാമത് ഒരു 2 കൊല്ലമായിട്ട് ചാക്കുള്ളി കൊണ്ടുള്ള ചിത്രങ്ങൾ, ശില്പങ്ങൾ ഉണ്ടാക്കലൊക്കെ ചെയ്യുന്നുണ്ട്. അത് വയ്യാണ്ട് ചെയ്തിട്ടും കൈക്കും കാലിനും സുഖമില്ല, സ്വാധീനക്കുറവുണ്ട്. എന്നിട്ടും നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അത് നമുക്കും മറ്റുള്ളവർക്കൊക്കെ പ്രചോദനമായി ആവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് മുസമ്മിൽ എന്നാണ്. എൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ശാന്തിപുരത്താണ്. എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, അനിയൻ, അവൻ്റെ ഭാര്യ, അങ്ങനെ ഇത്രയും പേരൊക്കെ ഉള്ളത്. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. അപ്പോൾ എനിക്കൊരു 10 വയസ്സിലാണ് എൻ്റെ ഈ അസുഖം ആരംഭിച്ചത്. ചലനം ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു അസുഖമാണ്. മസ്കുലർ ഡിസ്ട്രോഫി എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര്. ഇപ്പോൾ എൻ്റെ ശാരീരിക അവസ്ഥ അനുസരിച്ച് ഇങ്ങോട്ട് ഇപ്പോൾ കൈകൾ അങ്ങനത്തെ ചെറിയ ഭാഗങ്ങൾ മാത്രം ചലിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഞാനിപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10ഓളം വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്തത് കൊറോണയായ ശില്പമാണ്. മനുഷ്യൻ്റെ വർക്ക് ചെയ്തിട്ട് ഇരിക്കുമ്പോൾ ഞാനത് മുതൽ പാമ്പിനാണ് ഉദ്ദേശിച്ചിരുന്നത്. വെച്ചത് അത് തന്നെയാണ്. അപ്പോൾ അത് വെച്ചപ്പോഴാണ് കൊറോണ വന്നത്. അപ്പോൾ കൂടുതൽ ചേർന്നത് അതാണെന്നുള്ളതിലൊക്കെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ചെറിയൊരു അഭിപ്രായം കൂടി വന്നപ്പോൾ ഞാനത് വെക്കുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ പാമ്പ് ഒരു വെറുതെ ഇരിക്കാൻ കണ്ടപ്പോഴാണ് എനിക്ക് പരുന്തലി ചെയ്യാൻ തോന്നിയത്. അതിൻ്റെ അന്ന് പ്രചോദനം കൊണ്ട് കയറ്റിയ പാമ്പിനെ ആക്രമിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പരുന്ത് അത് ചെയ്യാൻ തോന്നിയത്. അതുപോലെ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 8 കാലി, അതായത് ചിലന്തി ഇങ്ങനെ അതിൻ്റെ മുട്ടകളായിട്ട് ഇങ്ങനെ വയറിലടക്കി പിടിച്ച് ഇങ്ങനെ പോകുന്നുണ്ടത്. ഇങ്ങനെ പോകുന്നുണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു 8 കാലിനെ ചെയ്തെങ്കിലും എന്ന് തോന്നിയത്. അങ്ങനെയാണ് ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ ആലോചനകൾ ഇങ്ങനെ വരും. അപ്പോൾ അത് ചെയ്യും. ഇതിലേക്കുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് കളിമണ്ണിലൊക്കെ ശില്പങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ചെറുപ്പകാലത്തൊക്കെ. അപ്പോൾ ഇപ്പോഴത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനിപ്പോൾ കുപ്പികളിലൊക്കെ ഇങ്ങനെ ബോട്ടിലുകളിലൊക്കെ ചിരട് കൊണ്ട് ഇങ്ങനെ ചുറ്റിയ വർക്കുകളൊക്കെ കണ്ടായിരുന്നു പലരും ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോഴും ഞാനൊരു വേറിട്ടൊരു പരീക്ഷണം ചെയ്ത് നോക്കിയാണ്. ഇതുപോലെ പശ തേച്ചിങ്ങിട്ട് ഇങ്ങനെ ശില്പങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളൊരു പരീക്ഷണം. അപ്പോൾ മറ്റാരും ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല, പക്ഷേ ഞാനിപ്പോൾ മറ്റാരും ചെയ്തതായിട്ട് കണ്ടില്ല. വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. അതൊക്കെ ചെയ്യണത് 1 മാസം 2 മാസം അതുപോലെ മാസങ്ങളെടുത്തും കൊണ്ടാണ് ചെയ്യണത്. കാലത്തൊരു 9 മണിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒക്കെ നിർത്തുമ്പോൾ തോന്നുമ്പോൾ അങ്ങനെ നിർത്തും എന്നൊരു രീതിയാണ്. ഇപ്പോൾ താജ്മഹലിൽ എത്തി നിൽക്കണ് അത്. എൻ്റെ പേര് ഷഫീഖ്. മുസബിലുവിനായിട്ടൊരു 10-20 വർഷത്തിൻ്റെ ഒരു പരിചയമുണ്ട്. ഞങ്ങൾ സ്കൂൾ മുതൽ പരിചയമുള്ളതാണ്. അന്ന് മുതൽ അവൻ്റെ ഓരോ കാര്യങ്ങളിലും അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കഥ, നോവൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുന്നതിൽ ഭയങ്കര ഒരു അഗ്രണ്യനായിരുന്നു. പിന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നതിലും പിന്നെ ഈ പെയിൻറ്റിങ് കാര്യങ്ങളിലേക്ക് അവൻ കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ അതിശയം തോന്നിക്കണമെന്ന് പറഞ്ഞാൽ ഈ താജ്മഹൽ തന്നെയാണ്. അവനക്ക് ഈ ഞങ്ങളായിട്ടുള്ള ഇവിടെ ഉള്ള സുഹൃത്തുക്കളെല്ലാവരും ഒരു സഹായങ്ങളും അങ്ങനെയുള്ളൊരു പ്രചോദനം കൊടുക്കുന്നതിൻ്റെ രീതിയിലാണ് അവന് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിയത്.
അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനത്തെ ഒരു കലാകാരൻ ഇങ്ങനെ പൊന്തി വരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും എല്ലാം ഉണ്ട്. എന്നെ ഇതിലൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഉമ്മ, അതുപോലെ തന്നെ ഉപ്പ, അനിയൻ, ഇവരൊക്കെയാണ് എന്നെ കൂടുതലായിട്ട് ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൂട്ടുകാരുമുണ്ട്. പിന്നെ ഇതൊക്കെ എനിക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ജൂട്ട് ഇതൊക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്തൊക്കെ തരുന്നത് എൻ്റെ ഒരു സുഹൃത്ത് മൻസൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഹൃത്താണ് ഇതൊക്കെ ഓർഡർ ചെയ്ത് തരുന്നത്. എൻ്റെ ഒരു ആഗ്രഹം എന്നുള്ളത് എന്നെപ്പോലുള്ള ഇത് കൂടുതൽ പേരിലേക്ക് എത്തുകയും പിന്നെ എന്നെപ്പോലുള്ളവർക്ക് ഇതൊരു പ്രചോദനമായി തീരുകയും എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ കൂടുതൽ വർക്കുകൾ ഇതിൽ ചെയ്യാൻ പറ്റുമെന്നാണ് ചെയ്യണമെന്നാണ് വലിയൊരാഗ്രഹം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.